വണ്ടർ കിഡുകൾ സാധാരണ നമ്മൾ അങ്ങനെ ഒരു പ്രതിഭാസം കാണാറുള്ളത് ഫുട്ബോളിലാണ്. കൗമാരകാലത്ത് തന്നെ പല ഫുട്ബോളർമാരും ലോകത്തോളം ഉയരുകയും കോടികൾ സമ്പാദിക്കുകയും ചെയ്യാറുണ്ട്. ക്രിക്കറ്റ് ലോകത്തെ 2025 താരം ഒരു വണ്ടർ കിഡാണ്, വൈഭവ് സൂര്യവംശി. ആ പേരങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റ് സർക്കിളുകളിൽ തിളങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഈ വർഷം ഗൂഗിളിൽ ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത കായിക താരവും ഈ 14-കാരനാണ്. വിരാട് കോഹ്ലിക്ക് മുകളിൽ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സെർച്ചുകളിലും ഈ പേരുണ്ട്. 2025 അതിൻ്റെ അവസാന ലാപ്പിൽ എത്തി നിൽക്കുമ്പോഴും ബീഹാറുകാരൻ ടീനേജർ ലൈംലൈറ്റിൽ തന്നെയുണ്ട്. ഓരോ ഇന്നിംഗ്സിലും പടുത്തുയർത്തുന്നത് പുതിയ മൈൽ സ്റ്റോണുകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിനൊപ്പം തിരികൊളുത്തിയ തീജോല ഏറ്റവും ഒടുവിൽ അണ്ടർ-19 ഏഷ്യാ കപ്പിലും നാം കാണുന്നു. 2011 മാർച്ച് 20 വൈഭവിൻ്റെ ജനന തീയതി. അതായത് ധോണിയുടെ ഇന്ത്യൻ ടീം ലോകകപ്പ് നേടുന്നതിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് മാത്രം. ഫോർമാറ്റുകളും വേദികളും എതിരാളികളും മാറി മാറി വരുന്നു. എന്നാൽ ആ ഇടങ്കയ്യൻ ബാറ്ററുടെ ശൈലിക്ക് മാറ്റമൊന്നുമില്ല. ഏതൊരു സാഹചര്യത്തിലും ഫിയർലെസ് ബാറ്റിങ്ങിലൂടെ അവൻ തൻ്റെ പ്രതിഭയെ അടയാളപ്പെടുത്തുന്നു. സമീപകാലത്തൊന്നും ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇത്ര ആധികാരികമായി ഒരു യുവതാരം കളം നിറഞ്ഞിട്ടില്ല. വെള്ളിയാഴ്ച ICC അക്കാഡമി ഗ്രൗണ്ടിൽ ആരാധകർ കണ്ടതും അത്തരമൊരു ഇന്നിംഗ്സ് ആയിരുന്നു. ഓപ്പണിംഗ് റോളിൽ ഇറങ്ങിയ വൈഭവ് 95 പന്തിൽ 9 ഫോറും 14 സിക്സറും അടക്കം 171 റൺസാണ് അടിച്ചെടുത്തത്. മത്സരത്തിൽ 30 പന്തിൽ 50 അടിച്ച താരത്തിന് 3 അക്കത്തിലേക്ക് പിന്നീട് വേണ്ടി വന്നത് വെറും 26 പന്തുകളായിരുന്നു. ഈ ഇന്നിംഗ്സിലൂടെ 2 ഏഷ്യൻ റെക്കോർഡുകളും വൈഭവ് സ്വന്തം പേരിലാക്കി. അണ്ടർ-19 ലോകകപ്പിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ സിക്സർ വായിച്ച താരമായിരിക്കുകയാണ് വൈഭവ്. 2017 ഏഷ്യാ കപ്പിൽ അഫ്ഗാൻ താരം ഡാർവിഷ് റസൂൽ കുറിച്ച റെക്കോർഡാണ് ദുബായ് മണ്ണിൽ താരം മറികടന്നത്. ഒരു അണ്ടർ-19 ഏഷ്യാ കപ്പ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ പറത്തുന്ന താരമെന്ന നേട്ടവും വൈഭവ് സ്വന്തം പേരിലാക്കി. ഈ ടൂർണമെന്റിൽ ഇതുവരെ 26 തവണയാണ് പന്ത് ഗാലറിയെ തൊട്ടത്. ഇതോടൊപ്പം ഒരു യൂത്ത് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന ലോക റെക്കോർഡും ഈ 14-കാരനിലേക്ക് വന്നെത്തി. 2008 ഓസീസ് താരം മൈക്കൽ ഹില്ലിന്റെ പേരിലുള്ള 12 സിക്സർ എന്ന നേട്ടമാണ് മായ്ച്ചു കളഞ്ഞത്. അണ്ടർ-19 ഏകദിനത്തിൽ ഒരു ഇന്ത്യക്കാരന്റെ രണ്ടാമത്തെ ഉയർന്ന സ്കോറാണ് അറേബ്യൻ മൈതാനത്ത് താരം പടുത്തുയർത്തിയത്. 2022 ഇംഗ്ലണ്ടിനെതിരെ 177 റൺസ് എടുത്ത അമ്പാട്ടി റായിഡു ആണ് മുന്നിലുള്ളത്. IPL ഇംഗ്ലണ്ടിനെതിരായ അൺഒഫീഷ്യൽ ഏകദിനം, യൂത്ത് ടെസ്റ്റ്, റൈസിംഗ് സ്റ്റാർസ് ഏഷ്യാ കപ്പ്, സയ്യിദ് മുസ്താഖ് അലി ട്രോഫി, ഏറ്റവും ഒടുവിലായി അണ്ടർ-19 ഏഷ്യാ കപ്പും. ഈ കലണ്ടർ വർഷം കൗമാര താരം സ്വന്തമാക്കുന്ന 6ാമത് സെഞ്ചുറിയാണിത്. പല യുവതാരങ്ങളും IPL മികവിനപ്പുറം ആഭ്യന്തര ക്രിക്കറ്റിൽ ഉയരാനാകാതെ കിതക്കുമ്പോഴാണ് വൈഭവ് ഈ മിന്നും ഫോം തുടരുന്നത്. കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. പുറത്തു നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഗൂഗിളിൽ കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്തതടക്കമുള്ള വിഷയങ്ങൾ അറിഞ്ഞിരുന്നു. അത് ആസ്വദിക്കാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ തുടരുന്ന പ്രകടനം ആവർത്തിക്കുകയാണ് പ്രധാനം. ഓരോ ടൂർണമെന്റിന് ശേഷവും ലഭിക്കുന്ന ജനപ്രീതിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് വൈഭവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. പ്രായത്തിൽ കവിഞ്ഞ പക്വതയിലാണ് താരത്തിന്റെ ഓരോ മറുപടിയും. താരപ്പകട്ടിൽ അഭിരമിച്ചതിനെ തുടർന്ന് അകാലത്തിൽ കരിയർ അവസാനിപ്പിക്കേണ്ടി വന്ന നിരവധി മുഖങ്ങൾ അവന്റെ മുന്നിൽ ഒരുപക്ഷെ തെളിയുന്നുണ്ടാകും. IPL മെഗാലയനത്തിൽ രാജസ്ഥാൻ വാങ്ങിയതോടെയാണ് വൈഭവ് ക്രിക്കറ്റ് ലോകത്തിന്റെ കണ്ണുകളിൽ പെടുന്നത്. ഡൊമസ്റ്റിക്കിൽ നടത്തിയ വിസ്മയ പ്രകടനമാണ് താരത്തെ രാജസ്ഥാൻ റോയൽസിന്റെ റഡാറിലെത്തിച്ചത്. IPL ബെഞ്ചിലിരുന്ന വൈഭവിനെ സഞ്ജുവിന് പരിക്കേറ്റതോടെ ദ്രാവിഡ് കളത്തിലേക്ക് വിളിച്ചു. നേരിട്ട ആദ്യ പന്തിൽ തന്നെ ജയ്പൂരിൽ ഷർദുൽ ഠാക്കൂറിനെ സിക്സർ അടിച്ചാണ് വൈഭവ് തുടങ്ങിയത്. ക്രിക്കറ്റ് ലോകം ഒന്നാകെ കുലുങ്ങിയ ദിവസം. പിന്നാലെ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 35 പന്തിൽ നേടിയ വൈഭവിന്റെ സെഞ്ചുറി IPL ചരിത്രത്തിലേക്കാണ് ചെന്നുപതിച്ചത്. IPL വേഗമേറിയ 2ാമത്തെ ശതകം, ഒരു ഇന്ത്യക്കാരന്റെ അതിവേഗ IPL സെഞ്ചുറി. അങ്ങനെ റെക്കോർഡുകൾ ഓരോന്നായി അരങ്ങേറ്റ സീസണിൽ തന്നെ ടീനേജർക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്നു. സീനിയർ താരങ്ങളായ ഇഷാന്ത് ശർമ്മയും ഇന്ത്യൻ പ്രീമിയം പേസർ മുഹമ്മദ് സിറാജുമെല്ലാം വൈഭവിന്റെ ബാറ്റിന്റെ ചൂട് അന്ന് നന്നായി അറിഞ്ഞു. IPL സമാപിച്ച ശേഷം യൂത്ത് മത്സരങ്ങളിലൂടെയും ആ പ്രകടനം ആവർത്തിച്ചു. ഈ വർഷം ഇംഗ്ലണ്ടിനെതിരായ യൂത്ത് ഏകദിനത്തിൽ കൗമാര താരം 5 ഇന്നിംഗ്സിൽ നിന്നായി നേടിയത് 355 റൺസായിരുന്നു. 52 പന്തിൽ 3 അക്കം തൊട്ട് ഈ ഫോർമാറ്റിൽ സെഞ്ചുറി കുറിക്കുന്ന പ്രായം കുറഞ്ഞ താരമായും വൈഭവ് മാറി. ബീഹാറിലെ സമസ്തിപൂർ സ്വദേശിയായ വൈഭവ് 2024 ജനുവരിയിലാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറിയത്. പിന്നീടുള്ള ഓരോ ഘട്ടത്തിലും പടിപടിയായി വളർച്ചയുടെ നാഴികക്കല്ലുകൾ അവൻ നേടിയെടുത്തു. ഇതിനിടെ പ്രായത്തെക്കുറിച്ചുള്ള വിവാദങ്ങളും എത്തി. എന്നാൽ ലഭിച്ച അവസരങ്ങളെല്ലാം വൈഭവ് തന്റെ പേര് എഴുതിക്കൊണ്ടേയിരുന്നു. റെഡ് ബോളിലും വൈറ്റ് ബോളിലും ആ ബാറ്റിൽ നിന്നും സിക്സറുകൾ മൂളിപ്പറന്നു. മറ്റൊരു സീനിയർ താരവുമായും താരതമ്യത്തിന് പോലും ഇടം നൽകാതെ വൈഭവ് തന്റേതായ ഇടം നേടിയെടുക്കുകയാണ്. അടുത്ത വർഷം ദേശീയ ടീമിലേക്കുള്ള വിളിക്കായി കാത്തിരിക്കുകയാണ് വൈഭവ്. സീനിയർ ടീമിൽ അരങ്ങേറാൻ 15 വയസ്സ് വേണമെന്നാണ് ICC റൂൾ. അതായത് മാസങ്ങൾക്കിപ്പുറം ഈ യോഗ്യതാ മാർക്ക് കടക്കാൻ ഇടങ്കയ്യൻ ബെറ്റർക്കാകും. ടെക്നിക്കലി അടക്കം ഒരുപാട് ഇംപ്രൂവ് ചെയ്യാനുണ്ട്. എങ്കിലും മറ്റൊരു താരവും ഈ പ്രായത്തിൽ ഇത്രയും അധികം പ്രതിഭ തെളിയിച്ചിട്ടില്ല. മുന്നേറാൻ ഒരുപാട് കാലം അയാൾക്ക് ഇനിയും ബാക്കിയുണ്ട്.